കൊല്ലം പൊന്മന കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രത്തിൽ വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറി തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. ഇന്നു മുതൽ നവംബർ 28 വരെയാണ് വൃശ്ചികോത്സവം നടക്കുക. നിരവധി ഭക്തരാണ് കാട്ടിൽ മേക്കതിൽ അമ്മയുടെ തിരുനടയിലേക്ക് എത്തിച്ചേരുന്നത്. കാട്ടിൽ മേക്കതിൽ അമ്മയുടെ തിരുനടയിൽ രാവിലെ 9:30 ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തുറവൂർ ഉണ്ണികൃഷ്ണൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വൃശ്ചികോത്സവത്തിന് തൃക്കൊടിയേറി. ഇനി 12 ദിനങ്ങൾ ഇവിടെ അമ്മയുടെ തിരുവുത്സവ നാളുകളാണ്. നാളെ മുതൽ ഇവിടെ നിത്യവും നവകലശാഭിഷേകങ്ങളും പന്തീരടി പൂജ, എതിർത്ത് പൂജ, ഉഷപൂജ എന്നീ പൂജകളോടുകൂടി ദേവിയുടെ പൂർണ്ണമായ കല അഭിവൃദ്ധി ഉണ്ടാകുന്നതിനുള്ള പൂജകളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വിശേഷമായിട്ടുള്ള ചടങ്ങെന്ന് പറയുന്നത് മണികെട്ടാണ്. ആ മണികെട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ഭക്തനും അവൻ്റെ ആഗ്രഹ സബലീകരണത്തിനു വേണ്ടിയാണ് ഇവിടെ മണി വഴിപാടായിട്ട് സമർപ്പിക്കുന്നത്. മണി എന്ന് പറയുന്ന സങ്കല്പം എന്ന് പറഞ്ഞാൽ തന്നെ ദേവതയെ വിളിക്കുന്നതിനും രക്ഷസുകളെ അകറ്റുന്നതിനുമാണ് മണി സ്പന്ദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഓരോ മണി സ്പന്ദിക്കുമ്പോഴും ആ ദേവത ആരുടെയാണോ മണി ഇവിടെ കിട്ടുന്നത് അവരുമായിട്ടുള്ളൊരു ഐക്യമുണ്ടാകുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഓരോ മണി കിട്ടുമ്പോഴും ഇവിടുത്തെ ഓരോ ഭക്തനും ആ ആഗ്രഹ സബലീകരണം ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം. 30ഓളം വാദ്യകലാകാരന്മാർ അണിനിരന്ന പഞ്ചാരിമേളം ആസ്വാദികരമായി. തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. ആരാധനാലയങ്ങളും ദേവാലയങ്ങളും ഉയരുന്ന ആത്മീയതയുടെ പ്രകാശം മാനവ സമൂഹത്തിൻ്റെ ജീവിതഗന്ധികളായ എല്ലാ വിഷയങ്ങളിലേക്കും കടന്നു ചെല്ലുവാനും ജീവിതഗന്ധികളായ എല്ലാ വിഷയങ്ങൾക്കും ശാസ്ത്രീയമായ അവബോധം നൽകുവാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ആരാധനാലയങ്ങൾ, ദേവാലയങ്ങൾ നമ്മുടെ നാടിൻ്റെ പ്രകാശമാണ്, നമ്മുടെ നാടിൻ്റെ വിളക്കാണ് എന്ന് പറയപ്പെടുന്നു. ചടങ്ങിൽ പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി കാട്ടിൽ മേക്കതിലമ്മയ്ക്കായി രചിച്ച ഗാനം പ്രകാശനം ചെയ്തു. സ്നേഹമാണ് തൻ്റെ ഭക്തിയെന്ന് മുഖ്യാതിഥിയായി എത്തിയ അദ്ദേഹം പറഞ്ഞു. എൻ്റെ നെറ്റിയിൽ കുങ്കുമം പൊട്ടി ഞാൻ ഇവിടുന്ന് മൂകാംബിയിലെ കുങ്കുമം ഞാൻ കൊടുങ്ങല്ലൂരിൽ തൊട്ടതാണ്. പക്ഷേ അത് എൻ്റെ ഹൃദയത്തിൽ തൊട്ട കുറിയാണ്, അല്ലാതെ വെറുതെ കാണിക്കാൻ വേണ്ടിയുള്ള കുറിയല്ല. അത് കാണിക്കാൻ വേണ്ടി ഞാൻ തൊടാറും മായ്ക്കാറുമില്ല. സ്വാഭാവികമായിട്ട് തൊടുന്നു, സ്വാഭാവികമായിട്ട് മായുന്നു. അപ്പോൾ സ്നേഹം മാത്രമാണ് എൻ്റെ ഭക്തി. NK പ്രേമചന്ദ്രൻ MP മുഖ്യ പ്രഭാഷണം നടത്തി. MLA ഡോക്ടർ സുജിത് വിജയൻപിള്ള അധ്യക്ഷനായ സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സംഘടനാ സെക്രട്ടറി C ബാബു, സംഗീത സംവിധായകൻ കൈതപ്പുറം ദീപാങ്കുരൻ, നിർമ്മാതാവ് സുരേഷ് കല്ലയം, സുനിൽ നമ്പ്യാർ തുടങ്ങിയവർ പങ്കെടുത്തു. മണികെട്ടമ്പലമെന്ന് പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ നിരവധി ഭക്തരാണ് ഓരോ ദിവസവും ഒഴുകിയെത്തുന്നത്. വ്രതം നോറ്റ് കുടിലുകളിൽ ഭജനമിരിക്കുന്ന ഭക്തരുമുണ്ട്. ഇന്നു മുതൽ ആരംഭിച്ച വൃശ്ചിക മഹോത്സവത്തിൽ പ്രത്യേക പൂജകളും വിവിധ സാംസ്കാരിക പരിപാടികളും വൃശ്ചിക പൊങ്കാലയും തങ്കയങ്കി വരവേൽപ്പും ഉണ്ടാകും. നവംബർ 28 തിരുമുടി ആറോട്ടോടെയാണ് ഉത്സവം സമാപിക്കുക. ജനം, കൊല്ലം.